നാദിർഷയുടെ ട്രൂപ്പിൽ സലീം മിമിക്രി കളിക്കുന്നുണ്ടോ? മിമിക്രി കളി ആ സലീം കളിച്ചിട്ടുണ്ട്. നമ്മൾ കൊച്ചിൻ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോൾ. പക്ഷെ അത് മിമിക്രി കാണിക്കാൻ വേണ്ടിയിട്ടല്ല സലീം വന്നത്. പാട്ട് പാടാൻ ചാൻസ് വെച്ചിട്ട് വന്നത് സലീം. പാട്ടും പാടുമോ? എങ്ങനെ ശാസ്ത്രീയ സംഗീതമാണോ ലളിത സംഗീതം? ഇല്ല, ശാസ്ത്രീയ കേട്ടില്ല. നമ്മൾ ലളിതമായിട്ട് ജീവിക്കേണ്ട ആളാണല്ലോ. അപ്പൊ ഈ ലളിത ഗാനത്തിലായിരുന്നു കൂടുതൽ. ഈ സ്റ്റേജിലൊക്കെ പാടിയിട്ടുണ്ട്, ഒരുപാട് ഗാനമേളകളിലൊക്കെ പാടി. ഗാനങ്ങൾ പാടിട്ടില്ലേ? പിന്നെ നാട്ടിലൊക്കെ മത്സരമില്ലേ? മത്സരത്തിന് ഇത്ര വലുതായിട്ട് മത്സരത്തിന് പോകുമായിരുന്നു? അല്ല, വലിയ ചെറുപ്പത്തിലെ മത്സരത്തിൽ ലളിതഗാന മത്സരത്തിൽ സമ്മാനമൊക്കെ കിട്ടിക്കാണോ? ആ സമ്മാനം കിട്ടിയൊരു കഥ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ അങ്ങോട്ട് അപ്പൊ ഈ ഒരു ഓണത്തിനാണ്. അപ്പൊ ഞാൻ ഏകദേശം ഒരു 3ാം ക്ലാസ്സിൽ തുടങ്ങിയാണ് ലളിതഗാനം. സിനിമാ പാട്ടാണ് പാടുന്നത്. ഒറ്റ പാട്ടുള്ളൂ. പുലയനാറ് മണിയമ്മ പൂമുല്ല കാവിലമ്മ കനവാന്റെ മെഴിയുള്ള കളിത്തത്തമ്മ. പാടോ? അതെ, ഇത് കഴിഞ്ഞിട്ട് പാടാം അല്ലേ? പരിപാടിയുടെ അവസാനമാണല്ല. യേശുദാസിന്റെ ഒക്കെ ഇന്റർവ്യൂ ഒക്കെ ഇറക്കും പറഞ്ഞില്ലേ, ദാസേട്ടൊരു പാട്ട് പാടണം, എല്ലാം കഴിഞ്ഞിട്ടൊരു പാട്ട് പാടും. അതേപോലെ ഞങ്ങൾ സംഗീതജ്ഞർ അങ്ങനെയാണ്. അപ്പോ പാട്ടുപാടി അങ്ങനെ ഈ പാട്ട് പാടി പുലയനാറ് മണി പാടി ആരും പറഞ്ഞില്ല മോശമാണെന്നുള്ളത്. അപ്പൊ ഞാൻ വെച്ചാൽ ഞാൻ ഗായകനായിട്ട് മാറി. അപ്പൊ അന്നൊന്നും മിമിക്രി ഒന്നും അത്രക്ക് പോപ്പുലർ ആയിട്ടില്ല. എവിടെയൊക്കെ കട്ടം വന്നിട്ടുണ്ടോ അവിടെയൊക്കെ എൻ്റെ അതുണ്ടാവും. അങ്ങനെ കൊള്ളായിരുന്നു. നാട്ടുകാരൊക്കെ പറയും കൊള്ളായിരുന്നു. മോശമാണെന്നൊരു കുഞ്ഞു പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഓണത്തിന് രാവിലെ കിടാമംഗലം എന്നൊരു സ്ഥലമുണ്ട്. കിടാമംഗലം സാധാരണ. അപ്പോൾ ഈ കിടാമംഗലത്തൊരു ക്ലബ്ബുകൾ ഇഷ്ടംപോലെ ക്ലബ്ബുണ്ട്. ലളിതഗാനത്തിൻ്റെ മത്സരം. അപ്പോൾ 2 രൂപയാണ് പ്രവേശന ഫീസ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് 50 രൂപ വാങ്ങിച്ചിട്ട് രാവിലെ ഈ എൻ്റെ വീട്ടിൽ സാധാരണ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഓണം വിഷുവിന് എന്നൊക്കെ പറഞ്ഞാൽ അന്നാണ് വീട്ടിൽ ഈ കടി ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ രാവിലെ കഞ്ഞി, ഉച്ചക്ക് കഞ്ഞി, ചോറ്, അങ്ങനെ അച്ഛനെ അത് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പേര് ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ പുട്ടും കടലയൊക്കെ പപ്പടമൊക്കെ ഉണ്ടാക്കാൻ അന്നാണ്. അപ്പോൾ ഈ കൊല്ലത്തിൽ 2 പ്രാവശ്യം കഴിക്കണ സാധനം പേരിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു തളർച്ചയാണ്. പിന്നെ ഉച്ചയാകുന്നൊരു ഒരു തളർച്ച ഉണ്ടാവും. പിന്നെ ചോറ് തന്നിട്ട് വേണം പിന്നെ വീണ്ടും ഉഷാറാവാനായിട്ട്. ഞാൻ ഈ സാധനം കഴിച്ചിട്ട് നേരെ മത്സരത്തിന് പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയണത് ഉച്ച കഴിഞ്ഞിട്ടാണെന്ന്. ഒരു 3-3:30 ആയപ്പോഴേക്കും വിളിച്ചു വന്നു. അപ്പോഴൊക്കെ ചാട്ടം ഓട്ടോ ഒക്കെ തുടങ്ങി. പൊരിഞ്ഞ് നിൽക്കണേ അങ്ങനെ തലേന്നൊക്കെ ഇങ്ങനെ ഇരുട്ടൊക്കെ എന്നൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 3 മണി കഴിഞ്ഞപ്പോഴേക്കും ഒരു 3 മണിക്ക് തുടങ്ങിയിട്ടൊരു 5-5:30 മണിക്കായപ്പോഴേക്കും സ്പോർട്സൊക്കെ തീർന്നിട്ട് പിന്നെ കലാപരിപാടിയുടെ മത്സരം ആരംഭിച്ചു. ഇപ്പോൾ കലാപരിപാടിയിൽ ലളിതഗാനം, കവിതാപാരായണം. അപ്പോൾ കവിതാപാരായണം ആദ്യം തുടങ്ങി. ഒരു 7 മണിയായപ്പോഴേക്കും ലളിതഗാനം തുടങ്ങി. അപ്പോൾ എൻ്റെ സംഭവം കഴിഞ്ഞു. എനിക്കായിട്ട് പോന്നാൽ മതി, ഞാൻ പ്രൈസ് ഉണ്ടാവുമല്ലോ നമുക്ക്. കുറച്ചു അതുണ്ടല്ലോ, കാരണം നന്നായിട്ട് പാടിയെന്ന് 2-3 പേര് പറഞ്ഞു, കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഡേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഈ സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞിട്ട് ലളിതഗാനത്തിൻ്റെ മത്സരത്തിൻ്റെ ഫലം പ്രഖ്യാപിക്കുള്ളൂ. 9-10 മണിയായപ്പോൾ ഒന്നും കഴിച്ചിട്ടുമില്ല. രാവിലെ ഈ പുട്ട് തളർച്ച മാത്രമേ ഉള്ളൂ. 10 മണിയായപ്പോൾ ഇത് കഴിഞ്ഞു. പ്രൈസ് പ്രഖ്യാപിച്ചു. എനിക്കൊന്നുമില്ല, പ്രൈസ് ഒന്നുമില്ല. എനിക്ക് ഗായകനില്ല, നല്ല ഗായകനൊന്നും കിട്ടിയില്ല. ബെസ്റ്റ് സിംഗർക്ക് ഒന്നുമില്ല. തിരിച്ച് ഞാൻ പോരുകയാണ്. അപ്പോൾ ഈ കിടാമംഗലം എന്ന് വെച്ചാൽ ഈ പാടവരമ്പാണ്. നടന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നടന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ മൈക്ക് കൂടി കേൾക്കാൻ ലളിതഗാന മത്സരത്തിൻ്റെ ബലത്തിൽ ഒരു വ്യത്യാസമുണ്ട്. 1ാം സമ്മാനം കുമാർ, സലീംകുമാർ. ഇത്ര ഞാൻ കേട്ടു. സലീംകുമാർന്ന് ഞാൻ കേട്ടാണ്. അവിടെ ഒരു ഓട്ടോണ് ഞാൻ വിശപ്പൊക്കെ ഇവിടെ പാമ്പ്. അങ്ങനെ ഓടി ചെന്ന് അപ്പോഴേക്കും മീശയൊക്കെ വെച്ചൊക്കെയാണ് മറ്റവര് നാടകത്തിൽ കയറാൻ വേണ്ടിയിട്ട്, അടുത്ത നാടകത്തിൽ കയറാൻ വേണ്ടിയിട്ട് മീശയൊക്കെ വെച്ചിരുന്നത്. എന്തേ? അല്ല, ഈ ലളിതഗാന മത്സരത്തിൻ്റെ ഒന്നുമില്ല. സെക്കൻഡ് പ്രൈസ് കിട്ടിയ OU ബഷീർ ഫസ്റ്റ് പ്രൈസായി മറകൂട്ടിയിട്ട് തെറ്റിപ്പോയതാണ്, അത്രേ ഉള്ളൂ. ഒന്നുമില്ല. സലീംകുമാർ എന്ന് പറഞ്ഞത് ഒരു ഇറാണ് ഞാൻ കേൾക്കണുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഈ കാറ്റും ഞാനും കൂടി ഒപ്പിച്ച പണിയാണ്. സിനിമ